നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ഭർത്താവും ഭർതൃപിതാവും മന്ത്രവാദിയും അറസ്റ്റിൽ. ദുരാത്മാവിനെ ഒഴിപ്പിക്കാനെന്ന പേരിൽ പൊള്ളലേൽപ്പിച്ചു, മദ്യം കുടിപ്പിച്ചും ബീഡി വലിപ്പിച്ചും മർദ്ദനം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചിറക്കടവ് ഒരുങ്ങുന്നു. നവംബർ 11 മുതൽ 14 വരെ കലോത്സവം. ചിറക്കടവ് സെന്റ് ഡിഫറൻസ് ഹൈസ്കൂൾ മുഖ്യവേദി. സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിനായുള്ള പാലാ നിയോജക മണ്ഡലം തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജില്ലാ കളക്ടർ നേരിട്ടെത്തി എന്യൂമറേറ്റർ ഫോം വിതരണം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം തുറന്നു. നിർമ്മാണം ആയുഷ് മിഷൻ ഫണ്ടായ 35 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതി നേരിട്ടത് കൊടിയ പീഡനം. സംഭവത്തിൽ യുവതിയുടെ പങ്കാളിയും അച്ഛനും മന്ത്രവാദിയും അറസ്റ്റിലായിട്ടുണ്ട്. യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനെന്ന പേരിലാണ് കഴിഞ്ഞ നവംബർ 2 യുവതിയെ 10 മണിക്കൂർ ആഭിചാരക്രിയയ്ക്ക് ഇരയാക്കിയത്. പൊള്ളലേൽപ്പിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ഒപ്പം ബീഡി വലിപ്പിച്ചതുമായാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ യുവതിയുടെ ജീവിത പങ്കാളിയും ഇയാളുടെ പിതാവും മന്ത്രവാദിയും അറസ്റ്റിലായിട്ടുണ്ട്. മന്ത്രവാദി പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിറ വീട്ടിൽ ശിവദാസ്, യുവതിയുടെ ജീവിത പങ്കാളി തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ക്രൂരമായ ആഭിചാരക്രിയയ്ക്കിടെ യുവതിയുടെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റി തറയിൽ തറച്ചു. ഇതോടെ മുടി മുറിഞ്ഞു പോയതായും യുവതി പറഞ്ഞു. മദ്യം നൽകി തുടർന്ന് ബീഡി വലിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ശരീരം പൊള്ളിച്ചതോടെ ബോധരഹിതയായതായും യുവതി പറഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു. നെറ്റിയിൽ പാട് കൊണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ സമയത്ത് ഒരു ഓർമ്മയോ കഴിഞ്ഞു. അവരെന്നെ മദ്യം അടിച്ചെന്ന് പറഞ്ഞ, ഞാൻ വെള്ളം അടിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ആ ഒഴിച്ചു തന്നതാണോ എന്ന് വെച്ചാൽ അവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ കുടിച്ചെന്ന്. പിന്നെ എനിക്കൊരു ഭസ്മമൊക്കെ തന്നു. മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഒളിവിലാണ്. അമ്മയാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നതെന്നും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കാരണം 8 ദുരാത്മാക്കൾ ശരീരത്തിൽ ഉണ്ടെന്നും അമ്മ പറഞ്ഞതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. കോട്ടയം നാഗമ്പടം സ്വദേശിയായ പെൺകുട്ടി കഴിഞ്ഞ 3 വർഷമായി അഖിലുമായി ഇഷ്ടത്തിലായിരുന്നു. ഇരു വീട്ടുകാർക്കും വിവാഹത്തിന് താല്പര്യക്കുറവില്ലായിരുന്നെങ്കിലും മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ദോഷമുണ്ടെന്ന് പറഞ്ഞ് വിവാഹം നീട്ടിവെച്ചു. എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ യുവതിയെ അഖിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അഖിലിന്റെ മണർകാട്ട് 4 മണിക്കാറ്റിന് സമീപമുള്ള വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് വിവരം. അടുത്ത ദിവസം വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കെയാണ് അമ്മയുടെ സഹോദരിയുടെ അടക്കം 8 ദുരാത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നും ഇതുമൂലം വഴക്ക് ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് ആഭിചാരക്രിയ നടത്തിയതെന്നും യുവതി പറഞ്ഞു. ഉച്ചത്തിൽ പാട്ടുവെച്ച ശേഷമായിരുന്നു ആഭിചാരക്രിയ നടത്തിയത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന അഖിൽദാസിന്റെ സഹോദരി പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്തുവെങ്കിലും ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിന് ഇരയായ യുവതിയുടെ കാലിൽ ചുവന്ന പട്ട കെട്ടിയിരിക്കുന്നതായും ആഭിചാരക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത്. കുഴപ്പക്കാരൊന്നും ഇതുവരെ അറിവില്ല. ഇങ്ങനെ സംഭവം കൂടെ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ യുവതിയുടെ മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 11 മുതൽ 14 വരെ ചിറക്കടവ് സെന്റ് ഡിഫറൻസ് ഹൈസ്കൂളിൽ നടക്കും. 5000-ലധികം കലാപ്രതിഭകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി ചിറക്കടവ്. ഈ മാസം 11 മുതൽ 14 വരെ ചിറക്കടവ് സെന്റ് ഡിഫറൻസ് ഹൈസ്കൂൾ പ്രധാന വേദിയായി തരംഗം 2025 എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കും. ഉപജില്ലയിലെ 115 വിദ്യാലയങ്ങളിലെ 5000-ലധികം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ആദ്യ ദിനമായ നവംബർ 11 രചനാ മത്സരങ്ങൾ വിവിധയിടങ്ങളിലായി നടക്കും. 12-ാം തീയതി രാവിലെ 9:30 കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നവംബർ 12 രാവിലെ 9:30 അത് ഉദ്ഘാടന വേദിയിൽ 2 MLA-മാരുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാർ അവർകളാണ് ഈ സമ്മേളനം, ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്.
പ്രസ്തുത വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സാർ അവർകളാണ്. അതുപോലെ മറ്റെല്ലാ ജനപ്രതിനിധികളും ഒപ്പം ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാതലത്തിലുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും സാന്നിധ്യം ഈ വേദിയിലുണ്ട്. സംസ്കൃതോത്സവം, അറബി കലോത്സവം, ഭിന്നശേഷി കലോത്സവം എന്നിവയും അരങ്ങേറും. ചിറക്കടവ് സെന്റ് ഇഫ്രേംസ് ഹൈസ്കൂൾ ആണ് പ്രധാന വേദി. സെന്റ് ഇഫ്രേംസ് ചർച്ച് പാരിഷ് ഹാൾ, സെന്റ് ഇഫ്രേംസ് UP സ്കൂൾ, സെന്റ് ഇഫ്രേംസ് LP സ്കൂൾ, മണക്കാട് ശ്രീഭദ്ര ക്ഷേത്രം ഓഡിറ്റോറിയം, ചിറക്കടവ് ഈസ്റ്റ് NSS കരയോഗം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് മറ്റു വേദികൾ. രണ്ടാം ദിനമായ 12-നാണ് നൃത്തയിനങ്ങൾ. 13-ാം തീയതി നാടോടി നൃത്തം, മാപ്പിളപ്പാട്ട്, മോണോ ആക്ട്, മിമിക്രി, സംഘഗാനം, പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. അവസാന ദിവസമായ നവംബർ 14-നാണ് തിരുവാതിരകളി, പാലിയ നൃത്തം, മലപ്പുലി ആട്ടം, വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയിൽ മത്സരങ്ങൾ നടക്കുക. 14-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുൾഫിക്കർ S, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിൻസി എബ്രഹാം, വർഗീസ് മാത്യു, കൊച്ചുറാണി ജോസഫ്, ടോമി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിനായുള്ള പാലാ നിയോജക മണ്ഡലം തല പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്യൂമറേഷൻ ഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിനായുള്ള പാലാ നിയോജകമണ്ഡലം തല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നെല്ലിയാനി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന റെസിഡന്റ് അസോസിയേഷന്റെയും സമ്മതിദായകരുടെയും യോഗത്തിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്യൂമറേഷൻ ഫോം വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SIR-നുള്ള എന്യൂമറേഷൻ ഫോമുകളുമായി BLOമാർ വീടുകളിൽ എത്തിത്തുടങ്ങി. വോട്ടർമാരെ നേരിൽ കണ്ട് ഫോമുകൾ വിതരണം ചെയ്യും. ഫോം വിതരണത്തിനും പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കുന്നതിനുമായി ഡിസംബർ 4 വരെയാണ് BLOമാർ ഭവന സന്ദർശനം നടത്തുക. അർഹരായ എല്ലാവരും പുതിയ വോട്ടർ പട്ടികയിലും ഉൾപ്പെടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ വർഷം വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം നൽകും. BLOമാർ നൽകുന്ന 2 ഫോമുകളും പൂരിപ്പിച്ച് നൽകണം. ജനനത്തീയതി, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര് എന്നിവയെല്ലാം പൂരിപ്പിക്കണം. ഒരു കളർ ഫോട്ടോയും വേണമെങ്കിൽ പതിപ്പിക്കാം. ഫോം പൂരിപ്പിക്കാൻ BLOമാരുടെ സഹായം തേടാം. ഓൺലൈനായും ഫോം പൂരിപ്പിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1950 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 0481256008 എന്ന ജില്ലയിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലോ ബന്ധപ്പെടാം. വീടുകളിൽ വരുന്ന BLOമാരുടെ വേഷത്തിലും പുതുമയുണ്ട്. ഇവർക്കായി തിരിച്ചറിയൽ കാർഡ്, തൊപ്പി, ബാഗ് എന്നിവ നൽകിയിട്ടുണ്ട്. തഹസിൽദാർ ലിറ്റിമാൾ തോമസ്, ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ സോളി ആന്റണി, ബിന്ദു സഹറിയാസ്, സീമ ജോസഫ്, നിർമ്മല സെബാസ്റ്റ്യൻ, കാണിക്കാട് റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KV മാത്യു, പഞ്ചായത്ത് അംഗം GG ജേക്കബ് എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ചിറക്കടവ് സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടായ 35 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2003 ജനുവരി മാസത്തിലാണ് പഴയ ഹോമിയോ ആശുപത്രി കെട്ടിടം പണിതത്. പിന്നീട് ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് പ്രേരണയായി. തുടർന്നാണ് നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള 35 ലക്ഷം രൂപ വിനിയോഗിച്ച് പുതിയ കെട്ടിടം പണിതത്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. സർവ്വമേഖലയിലും തനതായ ശൈലി കൊണ്ടുവരാൻ ചിറക്കടവ് പഞ്ചായത്തിന് കഴിഞ്ഞതായി ഡോക്ടർ N ജയരാജ് പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ട ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ എവിടെയൊക്കെയാണ് ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, എവിടെയൊക്കെയാണ് കൈവെക്കാൻ കഴിയുന്നത് അവിടെയെല്ലാം അവരുടേതായ ഒരു അടയാളപ്പെടുത്തം നോക്കിയിട്ടാണ് 5 വർഷം പൂർത്തീകരിക്കുന്നത്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, കാർഷിക രംഗത്തോ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തോ എല്ലാം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് അതിൻ്റേതായ തനതായ ഒരു പ്രവർത്തന ശൈലിയും കാഴ്ചപ്പാടും അതിൻ്റേതായ ഒരു രീതിയും ഉണ്ടായിരുന്നു എന്നുള്ളത് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, അംഗങ്ങളായ സുമേഷ് ആൻഡ്രൂസ്, ഷാക്കി സജീവ്, NT ശോഭന, ലീന കൃഷ്ണകുമാർ, എബ്രഹാം KA, ശ്രീലത സന്തോഷ്, KG രാജേഷ്, അമ്പിളി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രശസ്ത സുവിശേഷകൻ ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ ഇന്ത്യയിൽ എത്തുന്നു. ഈ മാസം 25 മുതൽ 28 വരെ ഹൈദരാബാദിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് നൈജീരിയക്കാരനായ ഡോക്ടർ ക്രിസ് പങ്കെടുക്കുന്നത്. 11 വർഷത്തിന് ശേഷമാണ് ഡോക്ടർ ക്രിസ് ഇന്ത്യയിൽ എത്തുന്നത്.
പ്രശസ്ത സുവിശേഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ നൈജീരിയക്കാരൻ ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ ഇന്ത്യയിൽ എത്തുന്നു. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മിനിസ്ട്രി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ മാസം 25 മുതൽ 28 വരെ ഹൈദരാബാദ് ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്റ്റ് എംബസി സഭകളുടെ സ്ഥാപകനാണ് നൈജീരിയക്കാരനായ പാസ്റ്റർ ക്രിസ്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സഭാ പ്രതിനിധികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗം സണ്ണി പാമ്പാടി പറഞ്ഞു. ദീർഘനാളത്തെ നമ്മുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു. ലോകപ്രശസ്ത സുവിശേഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ റവറൻഡ് ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ ഇന്ത്യയിൽ കാലുകുത്തുന്നു. ഹൈദരാബാദിലെ ചരിത്രമുറങ്ങുന്ന പ്രശസ്തമായ ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നവംബർ 25 മുതൽ 28 വരെ ദിവസവും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ് മീറ്റിങ്ങിൻ്റെ സമയക്രമം. റവറൻഡ് ഡോക്ടർ ക്രിസിൻ്റെ അതുല്യമായ ശുശ്രൂഷ അനുഭവിക്കാൻ ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അപൂർവ അവസരം ഒരിക്കലും പാഴാക്കരുതെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഉപദേശിക്കുന്നു. മലയാളികളായ പാസ്റ്റർ എം വി തോമസ്, പാസ്റ്റർ ജിമ്മി തങ്കച്ചൻ എന്നിവരാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ നിയോജക മണ്ഡലത്തിലെ SIR പരിപാടിയോടനുബന്ധിച്ച് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പാലായിലെത്തി. മുൻ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസിന് ഫോം കൈമാറി. ഇലക്കറികളുടെ പ്രാധാന്യം വിളിച്ചോതി കുറുമണ്ണ് സ്കൂളിൽ ഹരിത ഫുഡ് ഫെസ്റ്റ്. വീട്ടുവളപ്പിൽ നിന്നുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകൾ ഉപയോഗിച്ചാണ് കുട്ടികൾ വേറിട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയത്. ഇലക്കറികളുടെ പോഷകമൂല്യവും ആരോഗ്യപരമായ പ്രാധാന്യവും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തുന്നതിനായി കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ ഹരിത ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചീരയില, മുരിങ്ങയില, മത്തനില തുടങ്ങി വിവിധ തരം ഇലകൾ ഉപയോഗിച്ചുള്ള നിരവധി വിഭവങ്ങൾ കുട്ടികൾ ഒരുക്കി. ഇലയട, ഇലക്കറി, മുരിങ്ങയില സൂപ്പ്, ചീര കട്ലറ്റ്, ഉപ്പേരി തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങൾ മേളയുടെ ആകർഷണീയമായി. തൊടുപുഴ കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്ന് പാറയ്ക്കൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഡെസ്ക് എല്ലാം ഇട്ട് ഇതിൽ നിറയെ ഫുഡ് ഐറ്റംസ് മുരിങ്ങയില പ്രത്യേകമായി ഉയർത്തി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾ അനുഭവപ്പെട്ടു. ഇത് ഒരു സബ് ജില്ലാടിസ്ഥാനത്തിലല്ല, ജില്ലാടിസ്ഥാനത്തിലുള്ള ഫുഡ് ഫെസ്റ്റിനെ പോലും വരുന്ന ഒന്നാണ്. ഞങ്ങളിന്ന് കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവം നടത്തിയ പോലും ഇത്രയും മനോഹരമായി ഡിസൈനിങ് ഞാൻ നോക്കിയപ്പോ ആ അവതരിപ്പിച്ച ഫുഡെല്ലാം കൃത്യമായി പേരെഴുതി പാത്രങ്ങളിലാക്കി അത് വളരെ തന്മയത്തമായി ആര് കണ്ടാലും ഒരു ആകർഷിക്കത്തക്ക രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കും. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അത് കാണുമ്പോൾ നമുക്കറിയാം എത്ര ഭംഗിയാണ്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിഞ്ചർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ബിജോയ് ജോസഫ്, തൊടുപുഴ കാർഡ്സ് ഡയറക്ടർമാരായ KM മാത്തച്ചൻ, PV ജോർജ്, TT മനോജ്, PTA പ്രസിഡന്റ് സുബി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്ഷണക്രമത്തിൽ ഇലക്കറികൾക്ക് നൽകേണ്ട പ്രാധാന്യം കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചുവെന്നും ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ഭർത്താവും ഭർത്തൃപിതാവും മന്ത്രവാദിയും അറസ്റ്റിൽ. ദുരാത്മാവിനെ ഒഴിപ്പിക്കാനെന്ന പേരിൽ പൊള്ളലേൽപ്പിച്ചു, മദ്യം കുടിപ്പിച്ചും ബീഡി വലിപ്പിച്ചും മർദ്ദനം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചിറക്കടവ് ഒരുങ്ങുന്നു. നവംബർ 11 മുതൽ 14 വരെ കലോത്സവം. ചിറക്കടവ് സെന്റ് ഡിഫറൻസ് ഹൈസ്കൂൾ മുഖ്യവേദി. സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിനായുള്ള പാലാ നിയോജക മണ്ഡലം തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജില്ലാ കളക്ടർ നേരിട്ടെത്തി എന്യൂമറേറ്റർ ഫോം വിതരണം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം തുറന്നു. നിർമ്മാണം ആയുഷ് മിഷൻ ഫണ്ടായ 35 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.